നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിന് വില്ലനായി കാലാവസ്ഥ. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നം കൂടുതൽ കരുത്ത് കണ്ടെത്തുന്നു. ആഗോള റബ്ബർ ഉൽപ്പാദനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. വ്യവസായികൾ അല്പം പിരിമുറുക്കത്തിൽ. റബ്ബർ ഉൽപ്പാദനം കുറയുന്നു, വില കയറുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിലും റബ്ബർ ഉൽപ്പാദനം പ്രതീക്ഷയ്ക്കൊത്ത് ചുവടുവയ്ക്കുന്നില്ല. രണ്ട് ഭൂഖണ്ഡങ്ങളിലും മഴ വില്ലനായതുമൂലം റബ്ബർ ടാപ്പിങ്ങിന് അവസരം കണ്ടെത്താനാവാതെ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്നും പല അവസരങ്ങളിലും പിന്മാറാൻ നിർബന്ധിതരായത് ആഗോള ഉൽപ്പാദനത്തിൽ ഇടിവ് സൃഷ്ടിക്കാം. ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും മുൻനിരയിലുള്ള തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിൽ പിന്നിട്ട മാസങ്ങളിൽ റബ്ബർ വെട്ട് അടിക്കടി തടസ്സപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും പ്രതീക്ഷിച്ച തോതിൽ ഷീറ്റ് ഉൽപ്പാദനം നടന്നില്ല. ഒരു വിഭാഗം നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും അവധി വ്യാപാരത്തിൽ ഉത്സാഹം കാണിച്ചു. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ തുടർച്ചയായ 6ാം വാരത്തിലും റബ്ബർ മികവിലാണ്. സാങ്കേതിക ചലനങ്ങൾ വിലയിരുത്തിയാൽ വാരാന്ത്യം കിലോ 349 യെന്നിൽ നിലകൊള്ളുന്ന മെയ് അവധി 354 പ്രതിരോധം മറികടന്നാൽ 378 yen വരെയും ഉയരാൻ സാധ്യതയുണ്ട്. റബ്ബർ വില ഉയർന്നെങ്കിലും കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിൽ വിൽപ്പനക്കാർ കുറവാണ്. രാത്രിയിലെ അതിശൈത്യം മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ഉയർത്തുമെങ്കിലും പകൽ ഉയർന്ന താപനിലയിൽ ഇലപൊഴിച്ചിൽ വ്യാപകമായത് കർഷകരുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നു. പോയ വാരം റബ്ബർ വിറ്റ കർഷകർക്ക് നല്ല കാലം. റബ്ബർ കിലോ 5 രൂപ വില കൂടി. രാജ്യാന്തര വില ഉയർന്നതും ആവശ്യത്തിന് റബ്ബർ കിട്ടാതെ വന്നതും വില ഉയർത്തി വാങ്ങാൻ ടയർ കമ്പനികൾ നിർബന്ധിതരായി. ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കെ വിൽപ്പനയ്ക്ക് കർഷകരിൽ നിന്നും റബ്ബർ വരവ് കുറഞ്ഞു. ചെറുകിട കർഷകരിൽ നിന്നും വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറവായിരുന്നു. സ്റ്റോക്ക് ചെയ്ത ഇടനിലക്കാരാണ് വില കൂടിയപ്പോൾ വിൽപ്പനക്കാരായത്. കിലോയ്ക്ക് 187 രൂപയിൽ വിറ്റ് നിർത്തിയ RSS-4 193 രൂപ വരെയും വില ഉയർത്തി ടയർ കമ്പനികൾ വാങ്ങി. രാജ്യാന്തര അവധി വില ചൈന 209 രൂപ വരെയും ടോക്കിയോ 205 രൂപ വരെയും തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് 200 രൂപ വരെയും വില ഉയർത്തി വ്യാപാരം നടത്തിയതോടെയാണ് ടയർ കമ്പനികൾ ആഭ്യന്തര വില ഉയർത്തിയത്. വാരാന്ത്യം രാജ്യാന്തര വില കുറഞ്ഞു തുടങ്ങിയതോടെ കൊച്ചിയിൽ RSS-4 കിലോ 192 രൂപയിലും RSS-5 187 രൂപയിലും വ്യാപാരം നിർത്തി. കമ്പനികൾക്ക് വിതരണം ചെയ്യുന്നവരും ബ്രോക്കർമാരും തുടക്കത്തിൽ വില കുറയ്ക്കാനാണ് ശ്രമം നടത്തിയതെങ്കിലും അത്യാവശ്യക്കാരായ ടയർ കമ്പനികളാണ് വില ഉയർത്തിയത്. ടയർ കമ്പനികൾ വാങ്ങുന്ന റബ്ബറിൻ്റെ തോത് അനുസരിച്ചാണ് ബ്രോക്കർമാർക്ക് കമ്മീഷൻ നൽകുന്നത്. 1 ടണ്ണിന് 50 രൂപയാണ് കമ്മീഷൻ. വിൽക്കുന്നവരും വാങ്ങുന്നവരും കമ്മീഷൻ കൊടുക്കണം. ഉൽപ്പാദനം കുറഞ്ഞിരിക്കെ രാജ്യാന്തര വില ഉയർന്നാൽ വരും ദിവസങ്ങളിൽ റബ്ബർ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഉൽപ്പാദനം ഇടിയുന്നു, റബ്ബർ വിലയിൽ മുന്നേറ്റം. അന്താരാഷ്ട്ര വിപണിയിൽ ട്രെൻഡ് മാറ്റം. 180 രൂപയിൽ സ്ഥിരമായി നിന്നിരുന്ന വില 190 കയറുന്നതിനാണ് ഈ വാരം സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ നേരിയ മുന്നേറ്റം കണ്ട് ആഴ്ചയാണ് കടന്നു പോകുന്നത്. 180 രൂപയിൽ സ്ഥിരമായി നിന്നിരുന്ന വില 190 കയറുന്നതിനാണ് ഈ വാരം സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്ത് ഉൽപ്പാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. വേനൽ കനത്തതോടെ നേരത്തെ ടാപ്പിംഗ് തുടങ്ങിയ തോട്ടങ്ങളിൽ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് വ്യാപാരികളുടെ നിരീക്ഷണം. റബ്ബർ ബോർഡിൻ്റെ വില കിലോഗ്രാമിന് 191 രൂപയായിരുന്നു രാവിലെ. RSS-4 നിരക്കാണിത്. RSS-5 186 രൂപയാണ് കിലോഗ്രാമിൻ്റെ വില. അന്താരാഷ്ട്ര വിപണിയിൽ ഇത് 194 രൂപ മുതൽ 196 നിരക്കിലാണ്. സംസ്ഥാനത്ത് ഇത്തവണ ഉൽപ്പാദനം വലിയ തോതിൽ താഴേക്ക് പോകുമെന്നാണ് പൊതു വിലയിരുത്തൽ. വേനലിൻ്റെ ദൈർഘ്യം കൂടിയാൽ തോട്ടങ്ങളിൽ പലതും നേരത്തെ അടയ്ക്കും. എന്തുകൊണ്ട് വില കുറയുന്നു? ഉൽപ്പാദനം കുറയുമ്പോഴും വില ഉയരാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ്. ടയർ വ്യവസായത്തിലെ മാന്യത മുതൽ ക്രൂഡ് ഓയിൽ വില ഇടിവ് വരെയും റബ്ബർ കർഷകരെ ബാധിക്കും. റബ്ബർ വില കുറയാനുള്ള കാരണങ്ങൾ: ആഗോള റബ്ബർ വിലയിലെ ഇടിവ്. പ്രകൃതിദത്ത റബ്ബറിൻ്റെ അന്താരാഷ്ട്ര വില കുറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നേരിട്ട് കേരള വിപണിയിലും പ്രതിഫലിക്കും. ചൈന, യൂറോപ്പ്, US തുടങ്ങിയ പ്രധാന ഉപഭോക്തൃ വിപണികളിൽ ആവശ്യകത കുറയുമ്പോൾ ആഗോള വിലയിലും സ്വാധീനിക്കും. ടയർ വ്യവസായത്തിലെ മന്ദഗതി. റബ്ബറിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ടയർ നിർമ്മാണ കമ്പനികളിൽ ഉൽപ്പാദനവും വിൽപ്പനയും മന്ദഗതിയിലായാൽ റബ്ബറിൻ്റെ ആവശ്യകത കുറയും. വാഹന വിൽപ്പനയിലെ ഇടിവും ഇലക്ട്രിക് വാഹനങ്ങളിലെ ഘടനാ മാറ്റവും ഇതിന് കാരണമാകാറുണ്ട്. GST പരിഷ്കരണത്തിന് ശേഷം വാഹന വിൽപ്പന വർദ്ധിച്ചെങ്കിലും മുമ്പ് സ്റ്റോക്കുണ്ടായിരുന്ന റബ്ബറാണ് ടയർ കമ്പനികൾ ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് റബ്ബറുമായുള്ള മത്സരം. ക്രൂഡ് ഓയിൽ വില താഴ്ന്നാൽ സിന്തറ്റിക് റബ്ബർ കുറഞ്ഞ ചെലവിൽ ലഭിക്കും.
ഇത് പ്രകൃതിദത്ത റബ്ബറിന് പകരമായി ഉപയോഗിക്കാൻ കാരണമാകുകയും വില താഴ്ത്തുകയും ചെയ്യുന്നു. ഇറക്കുമതി സമ്മർദ്ദം. കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ ഇറക്കുമതി നടക്കുന്ന സാഹചര്യം ആഭ്യന്തര വിപണിയിലെ വിലയെ ബാധിക്കും. ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഇന്ത്യയിലേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതാണ് റബ്ബറിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിട്ടും ആവശ്യകത കൂടിയിട്ടും റബ്ബർ വില വർദ്ധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഉടനെ തന്നെ ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.